ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പതിപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ ചൂലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു ഓഫ് ആയതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ക്ലീനിങ്ങിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. മുറ്റടി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കി ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ അടുപ്പിലാണ് ഫുൾ പാചകം ചെയ്തത്. എനിക്ക് അടുപ്പിലെ പാചകമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ സാഹചര്യം വെച്ചാൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യേണ്ട ആവശ്യം വന്നതുകൊണ്ട് നമ്മൾ ഭൂരിഭാഗം ഗ്യാസുമ്മലാണ് വയ്ക്കാറുള്ളത്. ഇന്ന് അടുപ്പിലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ അടുപ്പത്തിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കുമ്പോണ്ട് ഇന്ന് രാവിലത്തെ കുറേ പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടായിരുന്നു. അത് കഴുകി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ കുക്കിങ്ങിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇന്ന് നമുക്ക് അത്ര വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല. സാമ്പാറും ക്യാബേജ് ഉപ്പേരിയും മാങ്ങച്ചാറും പപ്പടവും ഒക്കെ ആണ് ഇന്നുള്ളത്. അപ്പോൾ കഷ്ണങ്ങൾ ഓരോന്നായി ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുകയാണ് ചെയ്തത്. എന്നാൽ ഓരോരോ ഒന്ന് പാകമായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത വിഭവം വയ്ക്കാം എന്നുള്ളതിൽ അടുപ്പിലാണല്ലോ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മൾ പരിപ്പ് വെന്ത് വിസിൽ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നോക്കിയപ്പോൾ ഉണ്ട് കുറച്ച് മാങ്ങ മഹിയേട്ടൻ കൊടുന്ന് വെച്ചിരിക്കുന്നത്. മാങ്ങ കണ്ടപ്പോൾ തന്നെ പൊന്നു പറഞ്ഞു പൊന്നൂനൊന്ന് ഉപ്പും കൂട്ടിയിട്ട് കഴിക്കണമെന്ന്, ആരോനും കൂടി. അപ്പം ഞാൻ ഒരു മാങ്ങ എടുത്തിട്ട് അച്ചാറിടാമെന്ന് വെച്ചു. നമ്മൾ സാധാരണ ഞങ്ങളെ വീട്ടിൽ സ്പെഷ്യലായിട്ട് അങ്ങനെ അച്ചാർ പൊടി ഇട്ടിട്ടൊന്നുമല്ല വയ്ക്കാറ്. നമ്മൾ സാധാ മാങ്ങ നന്നായിട്ട് കുനുകുന അരിഞ്ഞ് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. എന്നിട്ട് നമ്മൾ പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമ്മൾ കുറച്ച് സുർക്ക ആഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ ഈ ഞങ്ങളെ ഇവിടുത്തെ അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് തന്നെ തീരും. കൂടിപ്പോയാൽ നാളെ രാവിലെ കിട്ടിയാൽ കിട്ടി, അങ്ങനത്തെ ഒരു ലെവലാണ്. അതായത് എനിക്കും ഇഷ്ടമാണ്, ഹസ്ബൻഡിനും ഇഷ്ടമാണ്, കുട്ടികൾക്കും അതിലേക്കാളും ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ അങ്ങനെ അച്ചാറിനോടൊന്നും താല്പര്യമല്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലേക്ക് പോയപ്പോൾ അമ്മ ഒരു കുപ്പി ഓർക്കാപ്പുളി അച്ചാർ തന്നായിരുന്നു. അത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കഴിയാനായി ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഒന്ന് വീട്ടിലേക്ക് പോയപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മാതള നാരങ്ങേൻ്റെ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്, പോകുമ്പോൾ എടുത്തോണ്ടു എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഞാൻ അക്കാര്യം മറന്നു. എന്തായാലും അച്ചാർ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് മഹിയേട്ടൻ മാങ്ങ കൊടുത്തു തന്നത്. അതുകൊണ്ട് കാര്യമായി, ഇന്ന് നാളെയും ഈ അച്ചാർ കൊണ്ട് കഴിയും. അങ്ങനെ എന്തായാലും നമ്മൾ അച്ചാറിൽ പൊടിയൊക്കെ ഇട്ട് ഇളക്കി. ഇത് അമ്മ തന്ന എണ്ണയാണ്. വലമ്പൂർ പോയ സമയത്ത് അവർ ആട്ടിയിട്ടുണ്ടായിരുന്നു എണ്ണ. അപ്പോൾ അതിന്നൊരു കുപ്പി എനിക്കും തന്നു. അതുകൊണ്ട് ഇതിലേക്ക് നല്ല എണ്ണ പാരാനായി. അച്ചാറൊന്ന് രുചിയൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നോക്കിയപ്പോൾ ഉണ്ട് നമ്മളെ അരി തിള വന്നിട്ടുണ്ട്. തിള വന്നു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റായിട്ട് റൈസ് കുക്കറിൽ വയ്ക്കുകയാണ് ചെയ്യാറ്. പിന്നെ അടുപ്പ് നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് കരുതി ആദ്യം കുറച്ച് പപ്പടമൊക്കെ കാച്ചി. പപ്പടം കാച്ചി വയ്ക്കണതേ കാണും. ആരോണിനും എല്ലാവർക്കും പപ്പടത്തിനോട് വലിയ പ്രിയമാണ്. പിന്നെ പപ്പടം കാച്ചി അത് കഴിഞ്ഞ് ഉപ്പേരി അടുപ്പത്തിട്ടു. ഉപ്പേരി നമ്മൾ ക്യാബേജ് ഉപ്പേരി സാധാ മാതിരിയാണ് വയ്ക്കാറ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്യാബേജ് നന്നായിട്ട് നുറുക്കി അതിലേക്ക് ചട്ടി വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകി വെച്ച ക്യാബേജ് ഇടും. അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടും.
അതിനുശേഷം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത ശേഷം വെള്ളമൊന്നും ഒഴിക്കാറില്ല. എന്നിട്ട് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് അതായ ശേഷം നമ്മൾ തേങ്ങ ചിരകി അത് മിക്സിയിലിട്ട് കുറച്ച് പച്ചമുളകും ഇട്ട് നമ്മളൊന്ന് ആക്കി നമ്മൾ ഈ ഉപ്പേരിയിലേക്ക് ഇടുകയാണ് ചെയ്യാറ്. ഇനി അടുത്തത് സാമ്പാറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിപ്പൊക്കെ വേവിച്ച് അതിൻ്റെ ആവി പോകാൻ വേണ്ടി വെച്ചതായിരുന്നു. ഇനി വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് കഷ്ണങ്ങളൊക്കെ ഇട്ട് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും സാമ്പാർ മസാലയും കായവും ചേർത്ത് നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമ്മൾ വിസിലടിക്കാൻ വേണ്ടി കുക്കർ ക്ലോസ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ തേങ്ങ അരയ്ക്കാത്ത സാമ്പാറാണ് ഉണ്ടാക്കിയത്. ഇവിടുത്തെ ആളുകൾക്ക് തേങ്ങ അരയ്ക്കാത്ത സാമ്പാറിനോടാണ് കുറച്ചും കൂടി പ്രിയം. അപ്പോൾ സാമ്പാർ അവിടെ ആയിക്കോട്ടെ. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അത്ര സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല. ഇപ്പം അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറും എഴുത്തിയമ്മ ഉണ്ടാക്കുന്ന സാമ്പാറൊക്കെ ഒത്തിരി നന്നാവാറുണ്ട്. അതിൻ്റെ അരികത്ത് കൂടെ പോകാനുള്ള സാമ്പാർ ഉള്ളെങ്കിലും ഞങ്ങൾ വീട്ടുകാർക്ക് എൻ്റെ സാമ്പാർ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റൈസ് കുക്കറിലുള്ള ചോറ് ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം വേവുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ചോറും കറികളൊക്കെ ആയപ്പോൾ വേഗം ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോഴേക്കും ആരോൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെയും കൂട്ടി ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കിടക്കണം എന്നുള്ള ചിന്ത വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അലക്കാനുള്ള തുണിയെടുത്ത് മുകളിലേക്ക് പോയി. ഒന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ എണീക്കലുണ്ടാവില്ല എന്നറിയായിരുന്നു. പിന്നെ വേഗം നല്ല വെയിലുണ്ടായതുകൊണ്ട് തുണികളൊക്കെ ഉണക്കി. ഇന്നലെ അലക്കിയതുകൊണ്ട് ഒത്തിരി തുണികളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അലക്കി താഴേക്ക് പോയി. അതിന് ശേഷം ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ മഹേട്ടുണ്ട് ചെടിയൊക്കെ നനയ്ക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ചെടികളൊന്നുമില്ല. കാരണം എന്നും ഇങ്ങനെ പോവും വരവായതുകൊണ്ട് ചെടികളൊന്നും അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ലാത്തതുകൊണ്ട് കുറച്ച് ചെടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഓഫൊക്കെ കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് നമുക്ക് നനയ്ക്കാനൊന്നും വേറെ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നോക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ വാടിപ്പോവും. നോക്കിയപ്പോഴാണ് കുറേ വിറകുണ്ട് തൊടിയിലൊക്കെ ആയിട്ട്. അപ്പോൾ വിറക് എനിക്കിഷ്ടമുള്ളതായതുകൊണ്ട് മഹേട്ടനോട് പറഞ്ഞ് കുറച്ച് വിറക് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആരോടും മഹേട്ടനും വിറക് പെറുക്കുന്ന സമയത്ത് ഞാൻ വീടിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കി. മുറ്റമടിക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ ചുറ്റുവരം അടിക്കണമെങ്കിൽ തന്നെ 1-2 മണിക്കൂർ എടുക്കും. അതിനോളം മുറ്റമുണ്ട്. എൻ്റെ കല്യാണ സമയത്ത് തന്നെ എൻ്റെ ഏട്ടൻ മഹേട്ടൻ്റെ വീട് വന്ന് കാണുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, കുഞ്ഞോളെ വീട്ടിൽ അവിടെ നിനക്ക് 5 മിനിറ്റ് കൊണ്ട് അടിക്കാനുള്ള മുറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അന്ന് വന്ന് കണ്ട ഉടനെ തന്നെ ഞാൻ ഞെട്ടിയിരുന്നു. കാരണം വീട് കുറച്ച് ഉള്ളിലേക്കാണ്, കുറച്ച് ലോങ് ആയിട്ട് അടിക്കാനുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എന്നൊന്നും അടിക്കാറില്ല കേട്ടോ. 2 സൈഡും ഫ്രണ്ടും ഉപയോഗിക്കുന്ന ഭാഗവും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അടിക്കും. അപ്പോഴേക്കും പിന്നെ വൈകുന്നേരം ആവാനായില്ലേ. മഹേട്ടൻ എടുത്ത് വെച്ച വിറകൊക്കെ കൊടുന്ന് ഉള്ളിലേക്ക് വയ്ക്കാൻ നോക്കി. ചായ ഉണ്ടാക്കി. ചായക്ക് കടി ഞങ്ങളവിടുത്തെ തിരുമാതാംകുന്നിൽ പൂരമായതുകൊണ്ട് കുറച്ച് മുറുക്കും 6-ാം നമ്പറൊക്കെ മേടിച്ചായിരുന്നു. ഇന്നലെ രാത്രി കൂടി ഞങ്ങൾ പോയായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പൊന്നുണ്ട് ഇങ്ങനെ പറയുന്നു, എന്താ വെച്ചാൽ അച്ഛാ പൂരത്തിന് പോകണ്ടേ. പിന്നെ ഒന്നും നോക്കിയില്ല, സമയവും കാലമൊന്നും നോക്കാതെ 10:30 ഞങ്ങൾ വീണ്ടും പൂരത്തിന് പോയി. പൂരത്തിന് പോണ സമയത്ത് നല്ല വിറ്റായിരുന്നു. കാരണം എല്ലാവരും തിരിച്ചു പോരുമ്പോഴാണ് നമ്മൾ കയറി ചെല്ലണത്. പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വിളക്ക് കൊട്ടാനുള്ള ഒരുക്കത്തിൻ്റെ ഇടയിൽ അരുണിനോട് മേലൊക്കെ കഴുകി വിളക്ക് വയ്ക്കാൻ പറഞ്ഞ സമയത്ത് പുറത്തേക്ക് ഒന്ന് വന്നപ്പോണ്ട് മഹിയേട്ടൻ എന്തോ കള്ളിമുൾച്ചെടിയോ എന്തിൻ്റെ ഒരു കൊലുമായിട്ട് വരുന്നു. അതെവിടെയോ കുഴിച്ചിട്ട് എന്തോ ഉണ്ടാക്കാൻ. പിന്നെ ആരോണിനോട് കുളിക്കാൻ വിട്ട് വിളക്കൊക്കെ കത്തിച്ച് പുറത്തേക്കൊക്കെ കാട്ടി ഒന്ന് നാമൊക്കെ ജപിച്ച്. പൊന്നു അപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. പൊന്നൊന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ സ്കൂള് പൂട്ടിയതല്ലേ, ഇനി കളിക്കാൻ പോകണം. അപ്പുറത്ത് ആമി ഉണ്ടല്ലോ മൂത്തച്ഛൻ്റെ വീട്ടിൽ, അപ്പോൾ അവിടെ പോയിരിക്കുകയാണ്.
ഇന്ന് അവിടെ പാർക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിക്കണേ. ഇനിയിപ്പോൾ അവളെ കൊണ്ടുവരാൻ പോകണം. ഞങ്ങൾക്ക് 2 വീട്ടുകാർക്കും ഒരു ഗേറ്റാണ്. തൊട്ടപ്പുറത്തെ വീടാണ് കേട്ടോ, മൂത്തച്ഛൻ്റെ വീട്. ഇനി ആരോണ് ഒന്ന് തൊഴുത് നമ്മൾ പൊന്നൂനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്ന് പോകണം. അവനവിടെ വിളക്ക് കാട്ടുന്ന സമയത്തൊന്ന് സ്റ്റക്കായത് കണ്ടായിരുന്നല്ലേ. അവൻ പൊതുവേ ചെറുപ്പം മുതൽ, ഇപ്പോൾ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി, ആരോണൊന്നും സ്കൂളിൽ പോയിട്ട് ഒന്നും പോണതിൻ്റെ മുന്നായിട്ടാണ് അമ്മ മരിച്ചത്. നമ്മളെ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, ആ സമയത്തൊക്കെ ആയിട്ടാണ് അമ്മ മരിച്ചത്. അതിന് ശേഷം വിളക്ക് കാട്ടുന്ന സമയത്ത് അമ്മേൻ്റെ ഫോട്ടോത്തിൻ്റെ അവിടെ അവനൊന്ന് കാണിക്കും. അതിന് ശേഷമാണ് പൂജാ റൂമിലേക്ക് കൊണ്ടുപോകാറ്. അപ്പോൾ ഇന്ന് പത്താമ്പൂരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങാടിപ്പുറം. അപ്പോൾ ഒന്ന് പറ്റുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വിളക്കൊക്കെ വെച്ചല്ലോ, ഇനി ഞങ്ങൾക്ക് ഒന്ന് പൂരപ്പറമ്പിലൊക്കെ പോയി ഒന്ന് പൂരമൊക്കെ കണ്ടു പോരണമെന്ന് ഉണ്ട്.